എനിക്ക് വളരെ മുമ്പ് തൊട്ടേ വീട്ടിൽ നിന്നായാലും ഭർത്താവായാലും മകനായാലും ഒക്കെ പറയും, അമ്മ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെ, അനാവശ്യ ആൻസർ പറയാതെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. ഒരാൾ പറയുന്നത് ഇഷ്ടമില്ലെങ്കിലും മിണ്ടാതിരുന്നാൽ എന്തിനാ അതിന് ആൻസർ പറയുന്നത്? പക്ഷെ ഞാൻ അങ്ങനത്തെ വാക്കുകൾ ഒരിക്കലും ഞാൻ കേൾക്കാറില്ല. എനിക്ക് പറയേണ്ടത് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിരിക്കും. 100% ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ അത് തെറ്റാണെങ്കിൽ അത് തെറ്റെന്ന് തന്നെ ഞാൻ ഉറക്കെ വിളിച്ച് പറയും. ആര് പറയുന്ന കേട്ട് ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാളുടെ സങ്കടത്തിന് ഞാൻ നിൽക്കാറില്ല. ഞാൻ ചെയ്യുന്നത് ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കും. ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിന് ഒരിക്കലും ഞാൻ കൂടെ നിൽക്കില്ല. മാക്സിമം തെറ്റിൻ്റെ വഴിക്ക് പോകാതെ ഞാനും തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കും. മറ്റുള്ളവർ പറയുന്ന കേട്ട് ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാൾക്ക് നേരെ മുഖം തിരിച്ചാൽ പിന്നെ ഞാൻ ആരാ? അതാ ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് എൻ്റെതായ രീതികളുണ്ട്, എനിക്ക് എൻ്റെതായ പ്രവൃത്തിയുണ്ട്, എനിക്ക് എൻ്റെതായ ചിന്തയുണ്ട്. എൻ്റെതായ വഴികളിലൂടെ തന്നെ കണ്ട് ഒരു വഴി കണ്ടുപിടിച്ച് ഒരു സ്ഥാനം കണ്ടുപിടിച്ച് നമുക്ക് ആ സ്ഥാനത്തിരിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മറ്റൊരാളുടെ അഭിപ്രായം കേട്ട് അതിലൂടെ നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് എവിടെയാണ് ഒരു സ്ഥാനം കിട്ടുന്നത്? നമ്മൾ അവരിൽ ഒരാളായി, അവരുടെ അടിമയായി, അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്ന ഒരാൾ ചെയ്യൂലേ? അങ്ങനെ വേണ്ട. നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ 100% ശരിയാണെങ്കിൽ ആരുടെ മുഖത്ത് നോക്കിയും അത് സത്യത്തിൻ്റെ നേരെ നമുക്ക് വിളിച്ചു പറയുക തന്നെ ചെയ്യാം. നമ്മളുടെ പ്രവൃത്തി നല്ലതായിട്ടിരുന്നാൽ മാത്രം മതി.